സൈലന്റ് ലേണിംഗ്. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ സൗണ്ട്, ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ്. നമുക്കറിയാം ആനുവൽ എക്സാം ഇതാ വന്നെത്തിക്കഴിഞ്ഞു അല്ലെ, അടുത്തായി, കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മുടെ ആനുവൽ എക്സാം ആയി. ഈ എക്സാമിന് നമുക്ക് ഈ സൗണ്ട്, ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ ക്വസ്റ്റ്യന്റെ അടുത്ത് ഞാൻ അതിന് ഉള്ള മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാം. എന്നിട്ട് വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, 20ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. എന്താ ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ പേര് വായിച്ചിട്ട് അതിന്റെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തേത് പൂരിപ്പിക്കുക. പ്രഷറിന്റെ അടുത്ത് പാസ്കൽ എന്ന് തന്നിട്ടുണ്ട്. പ്രഷറിന്റെ എന്താണ് പാസ്കൽ? പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്, നമുക്കറിയാം ഹെഡ്സ് ആണ്. HZ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ, സിമ്പിൾ HZ ആണ്. നെക്സ്റ്റ്, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, F/A എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് ഫോഴ്സ് ബൈ ഏരിയ, എന്താണ് ബലം ബൈ പരപ്പളവ് എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അപ്പൊ എന്തായിരിക്കും? ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചതല്ലേ, എങ്ങനെയാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പഠിച്ചത്? N/T എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. N/T, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലെ. ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അതിനെടുത്തിട്ടുള്ള സമയം എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. നെക്സ്റ്റ് എന്താണ്? പിച്ചിന്റെ അടുത്ത് ഫ്രീക്വൻസി എന്നുണ്ട് അല്ലെ. പിച്ച്, സ്ഥായിക്ക് കാരണം ആരാണ്? ആവൃത്തിയാണ്, നമുക്കറിയാം അല്ലെ. ആവൃത്തി കൂടിയാൽ നമ്മൾ പറയും അത് ഹൈ പിച്ച് സൗണ്ട് ആണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സ്ഥായി കൂടിയ സൗണ്ട് ആണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഇതാണ്, ലൗഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാ? സൗണ്ടിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് ലൗഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗൈസ്. എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്, ആയതിയാണ്. അപ്പൊ ഇത് ഓരോന്നും ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം, ആകെ മൊത്തം ടോട്ടല് 3 മാർക്ക്. സെറ്റ് ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് 100 ഹെഡ്സ്, ഒന്ന് 2000 ഹെഡ്സ്, ഒന്ന് 10000 ഹെഡ്സ്, ഒന്ന് എടാ നോക്കിക്കേ 25000 ഹെഡ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മനുഷ്യന്മാര് നമ്മൾ ഭയങ്കര അഹങ്കാരികളാണ് അല്ലെ. നമുക്ക് അതുണ്ട് ഇതുണ്ട് അത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റാകുന്ന ഒരു ഓഡിബിൾ റേഞ്ച് എന്ന് പറയും, കേൾക്കാൻ പറ്റാകുന്ന സൗണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20000 ഹെഡ്സ് വരെയുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂടാ. ഓക്കെ, അത്ര മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സൗണ്ട് നമുക്ക് കേൾക്കാം, ഇത് നമുക്ക് കേൾക്കാം, ഇത് നമുക്ക് കേൾക്കാം. കേൾക്കാൻ ഇത് നമുക്ക് പറ്റൂല. ഈ സൗണ്ട് നമ്മളൊരു പേര് വിളിക്കും. 20000 ഹെഡ്സിന്റെ മുകളിലാണ് അല്ലെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്യും. സോ വി ഗോട്ട് ദ ആൻസർ. 25000 ഹെഡ്സ് ആണ് ഇതിൽ ഒറ്റയാൻ എന്ന് പറയുന്നത്, ഒറ്റപ്പെട്ടത്. Next, if a swing completes 10 oscillations in 15 seconds, calculate its frequency എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് ഓസിലേഷന്റെ എണ്ണം തന്നിട്ടുണ്ട്, അതിനെടുത്തിരിക്കുന്ന സമയം തന്നിട്ടുണ്ട്. ആൻഡ് F is equal to എന്താടാ? N/T ആണ് അല്ലെ. N എത്രയാണടാ? 10 ഓസിലേഷൻ ആണ്, ഡിവൈഡഡ് ബൈ 15. സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമുക്ക് ഇതും ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് ഫ്രീക്വൻസി, ആവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു ട്യൂണിംഗ് ഫോർക്കിൽ 288 ഹെഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തിയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ഈ 3 ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഓഡിബിലിറ്റി അല്ലെ. ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ലൗഡ്നെസ് എന്നാണ് നമ്മൾ ആക്ച്വലി പറയുന്നത്. ലൗഡ്നെസ്, യൂണിറ്റ് ഓഫ് ലൗഡ്നെസ്. ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. എന്താണെടാ? ഡെസിബൽ എന്നാണ് നമ്മൾ പറയാം. ആൻഡ് അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്. ഡെസിബൽ മീറ്റർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആസ്ട്രോണറ്റ്സ് cannot communicate directly, so they use radio devices. ബഹിരാകാശ അല്ലെ സഞ്ചാരികൾക്ക് നേരിട്ട് സംസാരം കണ്ടിട്ടില്ലേ നമ്മള്? ബഹിരാകാശത്തുള്ള ആൾക്കാരെ ഫോട്ടോകൾ കണ്ടിട്ടില്ലേ? ആ തലയിലും അല്ലെ ഡ്രസ്സൊക്കെ എന്തോ വലിയ എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് അവരിങ്ങനെ അല്ലെ നടക്കുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവര് പരസ്പരം സംസാരിക്കാൻ അവരടുത്തല്ലേ നിൽക്കുന്നപ്പോൾ പിന്നെ അത് അങ്ങനെ പറയാറുണ്ടോ? അവരില്ല. അവര് പ്രത്യേക ഉപകരണങ്ങൾ, വോക്കി ടോക്കി പോലെയുള്ള പ്രത്യേക ഉപകരണങ്ങൾ അവർ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്?
എന്താ കാരണം? നമുക്കറിയാം സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശം എന്ന് പറയുമ്പം അവിടെ ദർ ഇസ് നോ മീഡിയം, അത് ഫ്രീ സ്പേസ് ആണ് അല്ലെ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് മറ്റേ ആൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ വൈബ്രേഷൻ എന്ത് ചെയ്യണം? നമുക്കിടയിലുള്ള മീഡിയം മറ്റേ ആളുടെ ചെവിയിലേക്ക് എത്തിക്കണം അല്ലെ. അത് എത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് അവർ അതുപോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് അൾട്രാസോണിക് സൗണ്ട് ആൻഡ് ഇൻഫ്രാസോണിക് സൗണ്ട്. നമുക്കറിയാം നമ്മളുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് ആണ് അല്ലെ. 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ടുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടും 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്. ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പുച്ഛിച്ച് തള്ളുന്ന ചില പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട്, ഇവർക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. നമ്മളുടെ ഡോഗ്, ബാറ്റ്സ്, ഡോൾഫിൻ നമുക്ക് ഇഷ്ടമാണ്. ഡോൾഫിനൊക്കെ വലിയ 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 പ്രത്യേകതകളുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത പല സൗണ്ടുകളും അവർക്ക് കേൾക്കാൻ പറ്റാറുണ്ട് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സീ ദ ഫിഗർ. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്, ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇതാണ് സോണാർ അല്ലെ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? കടലിന്റെ ആഴം അളക്കാനാണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് വേവ്സ് ആർ യൂസ്ഡ് ഇൻ ഇറ്റ്. ഇതിൽ ഉപയോഗിക്കുന്ന വേവ് എന്താണ്, തരംഗം എന്താണ് ചോദിച്ചാൽ അൾട്രാസോണിക് വേവ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. സെറ്റ് ആണല്ലോ. അപ്പൊ 3 മാർക്കാണ് ഇതിന് കിട്ടാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ്, 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. 20,000 ഹെഡ്സിന് മുകളിലുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ട് ആണ് അൾട്രാസോണിക് സൗണ്ട്. ഓക്കെ, ഗിവ് 2 യൂസസ് ഓഫ് ദിസ് സൗണ്ട്. ഇതിന്റെ 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡിലും നമ്മൾ അതിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ECG ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ല, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. റെഡി? നെക്സ്റ്റ് എന്താണ്? പ്രപ്പോസ് എ ഫ്യൂ സജഷൻ ടു റെഡ്യൂസ് ദ സൗണ്ട് പൊല്യൂഷൻ അല്ലെ. ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ ഏതാനും മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 4 നിങ്ങൾ എഴുതി കൊടുത്താൽ മതിട്ട്, ഏതെങ്കിലും 4. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 2 ടാസ്ക് ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഒന്ന് നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യാനും ഒന്നൊരു ഫ്രീക്വൻസി കണ്ടുപിടിച്ച് ആൻസർ കമന്റ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാർക്ക് എഴുതാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.